ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കുറച്ച് പച്ചക്കറികളും കുറച്ച് പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് കണ്ടോ? ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ അതേ പേരക്കയുണ്ട്. ഇത് അച്ചിങ്ങയാണ്. ഇത് ആയി വരുന്നേ ഉള്ളൂ. അതായത് രണ്ടാമത്തെ ട്രിപ്പാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിത്തിന് വേണ്ടി നമ്മളിവിടെ ഇട്ടിരിക്കുന്നതാണ്. പേരക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൽ നിന്ന് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. മേളിലേക്ക് നോക്കിയാൽ കാണാം. കുറേ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ അണ്ണാനൊക്കെ ഉള്ളതുകൊണ്ടേ രാത്രിയാകുമ്പോൾ അവർക്കും വേണമല്ലോ ഭക്ഷണം. ഇത് കാന്താരി, ഇത് വെള്ളക്കാന്താരിയാണ്. ഇത് വിത്തിന് നിർത്തിയേക്കുക, പഴുപ്പിക്കാനായിട്ട് നിർത്തിയേക്കണത്. കുറേ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ 2-3 ട്രിപ്പൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കി. ഇവിടെ ഈ തണുപ്പത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരാൾ നിൽപ്പുണ്ട്. ഇത് നോക്കൂ, കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഇപ്പോഴത്തെ ഈ വെയിലും മറ്റുമായിട്ടേ അത് വാടിപ്പോകുന്നുണ്ട്. ഇയാൾ ഇതുവരെ ഇത്ര എത്തിയിട്ടേ ഉള്ളൂ. ചെറിയ തൈയാണ്. എലിയെ പേടിച്ചിട്ടാണ് കേട്ടോ ഈ കപ്പയൊക്കെ ഇതിലൊക്കെ നട്ടിരിക്കുന്നത്. പപ്പായിക്ക് വെള്ളം ഒഴിക്കുന്ന ടൈമിൽ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട്. പനിക്കൂർക്കയും ചീരയും ഒക്കെ. ഇതേ ആ കാന്താരി, വെള്ളക്കാന്താരി നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ കുഞ്ഞാണ്. കുഞ്ഞെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ പാകി മുളപ്പിച്ചതാണിത്. ഇവിടെ ഒത്തിരി ചട്ടിയിലുണ്ട് കേട്ടോ. നല്ല ചുവന്നതാണിത്. കണ്ടോ, ആ കളറ് കണ്ടോ, എന്താ ഭംഗിയല്ലേ. എന്നാലും നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഫ്രഷായിട്ട് കിട്ടുന്നതിനൊക്കെ വല്ലാത്തൊരു മഹിമയും വല്ലാത്തൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിവിടെ കസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് എടുക്കണമെന്നായിട്ട് ഞാൻ 2 ദിവസം വിചാരിക്കുന്നത്, നിങ്ങളൊന്ന് കാണിക്കണമെന്ന്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ബോഗൻവില്ലയുടെ ഒരു ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കരുതിയതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന്. ഇത് കൂടാതെ കണ്ടോ, കുറേ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്.